ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റവയും പഴവും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇനിയിപ്പോൾ സ്കൂൾ അവധി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ പഴം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ മധുരം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റവയൊന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ ആയിട്ടൊന്ന് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഈ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മാവൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം പുറം ഭാഗം കുറച്ചൊന്ന് ഹാർഡായി പോവും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരുപാട് എണ്ണ പിടിച്ചിരിക്കും ഈ ഒരു പലഹാരത്തിന്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറം ഭാഗം ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.